ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഏലപ്പാറ വെച്ചായിരുന്നേ അവസാനിപ്പിച്ചിരുന്നത്. അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. നമ്മളിപ്പോൾ ഏലപ്പാറ ടൗണൊക്കെ വിട്ട് മുന്നോട്ട് പോകുവാണേ. ഇത് കുട്ടിക്കാനം റൂട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടിക്കാനത്തിന് തൊട്ട് മുമ്പായി ഒരു അത്ഭുത കുരിശുണ്ട്. അവിടെ അപ്പോൾ ഇറങ്ങി ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു കേട്ടോ. ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണേ. ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴേക്കും ഒത്തിരി ആൾക്കാർ തിരിയൊക്കെ കത്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഏലപ്പാറ വഴി പോകുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പശുക്കൾ ഇങ്ങനെ റോഡിൻ്റെ നടുക്കോടെ നടക്കുന്നതാണ് കേട്ടോ. നമ്മൾ നല്ല സ്പീഡിലൊക്കെയാണ് വരുന്നതെങ്കിൽ അറിയാതെ ഒന്ന് തട്ടിയാൽ മതിയല്ലോ. ഇവരുടെ ജീവൻ ആപത്താകാൻ ഈ ലയത്ത് താമസിക്കുന്നവരുടെ പശുക്കളാണെന്നാണ് കേട്ടോ തോന്നുന്നത്. അവരെന്താ ഇതിനിങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ പാവങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. ഇതാണ് കേട്ടോ കുട്ടിക്കാനം മരിയൻ കോളേജ്. വളരെ ഫേമസ് ആയ ഇൻ്റർനാഷണൽ കോളേജാണ്. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നും ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അത്രയ്ക്ക് ഫേമസ് ആയ ഒരു കോളേജാണ് കേട്ടോ. നല്ല മഞ്ഞുള്ള സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ കോളേജ് കാണാനായിട്ട്. മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു ക്യാമ്പസാണ് മരിയൻ കോളേജിൻ്റെ. കുട്ടിക്കാനമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്നു കഴിയുമ്പോൾ ഒരു പൈൻ വാലി ഉണ്ട്. നേരത്തെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. ആൾക്കാരൊന്നും അങ്ങനെ വരാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു സ്ഥലമാണ്. ഒത്തിരി ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു. പാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാനിവിടെ വന്നിട്ടില്ല. എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. പാസ്സുണ്ട് ഒരാൾക്ക് പാസ് എടുക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരല്ല, എന്നാലും ആൾക്കാർ വന്നു പോകുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും 90 രൂപയായി. അപ്പോൾ പാസ്സൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നു പോകുമായിരുന്നു കേട്ടോ. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിക്കാനായിട്ടാണ് കേട്ടോ ഞാനും ബിനിതയും കൂടെ അങ്ങോട്ട് പോകുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ വായിച്ചതിന് ശേഷമാണ് മുകളിലേക്ക് പോയത്. ഈ പൈൻ മരത്തിൻ്റെ ഇലകൾ വീണ് ഫുള്ള് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ചവിട്ടി നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവർ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് പിടിച്ച് നടക്കാനൊക്കെ ആയിട്ട്. എന്നാലും നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. എൻ്റെ ചെരുപ്പാണ് നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ സൂക്ഷിച്ചാണ് കേട്ടോ നടന്നത്. കണ്ടോ, വേലി പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ കയറും കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചേട്ടനാണെ കയറിപ്പോയി ഒരു സ്ഥലത്ത് പോയി ഇരുന്നു കേട്ടോ. മരത്തിൻ്റെ ഇലകളാണ് കേട്ടോ ഈ ഫുള്ള് കൊഴിഞ്ഞിങ്ങനെ കിടക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല കയറ്റമാണേ അത്. അപ്പുറത്തെ സൈഡിൽ കയറ് കെട്ടിയേക്കുന്നത് വീഡിയോയിൽ കാണാവേ. എല്ലാവരും മുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ മുകളിലേക്കൊന്നും പോയില്ല. 3 പേർക്കും നടക്കാൻ വളരെ മടിയായതുകൊണ്ട് മുകളിലേക്കൊന്നും പോയില്ല. കുറച്ചിടം മാത്രമാണ് കേട്ടോ പോയുള്ളൂ. എൻ്റെ ചെരുപ്പ് നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബിനിതയുടെ കൈയും പിടിച്ചാണ് കേട്ടോ ഞാൻ നടന്നത്. പിന്നെ കൈ പിടിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ അവിടെ കയറി ചെന്നപ്പോഴേക്കും മടുത്തു. നടക്കാറേ ഇല്ല കേട്ടോ. ഒത്തിരി ഒന്നും നടക്കാറില്ല. എൻ്റെ വീട്ടിലാണേലും റോഡ് സൈഡിലാണ് വീട്. അതുകൊണ്ട് നമ്മൾ കോളേജിൽ പഠിച്ചപ്പോഴാണേലും ജോലിക്ക് പോകുമ്പോഴാണേലും അങ്ങനെ ഒത്തിരി നടന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടല്ല, മടിയാണ്. ചേട്ടൻ അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. പതുക്കെ എന്നാൽ പോന്നേക്കാന്നൊക്കെ ഓർത്ത് ഞങ്ങൾ പിന്നെ തിരിച്ച് ഇറങ്ങുവാണ് കേട്ടോ. ബിനിതയാണെങ്കിൽ പതുക്കെ തൂണയിലൊക്കെ പിടിച്ച് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവൾ പിന്നെ ഷൂ ഇട്ടിരുന്നത് കൊണ്ട് അത്രയ്ക്ക് അവൾക്ക് പ്രശ്നമില്ലായിരുന്നു. എൻ്റെ സാധാ ചെരുപ്പായതുകൊണ്ടാണ് നന്നായിട്ട് തെന്നുന്നുണ്ടായിരുന്നത്. ചേട്ടൻ്റെ ഷൂ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് എത്തി. ചേട്ടനാണെങ്കിൽ മുന്നേ പോയിട്ടോ. ഞാനും ബിനിതയും കൂടെ പിന്നെ പതുക്കെ പുറകെ ചെല്ലുക ചെയ്തത്. ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോന്നു. ഇനി ഒത്തിരി ദൂരമില്ല കേട്ടോ പരുന്തുംപാറയിൽ. നമ്മുടെ ഫ്രണ്ട് അജിത്ത് അവിടെ വിളിക്കുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞ് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അവൻ്റെ വീട് തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങോട്ട് കയറി വന്നാൽ മതിയല്ലോ. അപ്പം ഞങ്ങളിതേ പോകുകയാണ്. ഇതാണ് പരുന്തുംപാറയ്ക്ക് തിരിയുന്ന വഴി. ഈ കവാടം കടന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേട്ടോ. ഒരു 3-4 കിലോമീറ്ററും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഉള്ളിലേക്ക് കയറി പോകാനായിട്ട്.
ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ആൾക്കാരൊന്നുമില്ല. ഒരു ടൂറിസ്റ്റ് വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഫ്രണ്ടിലായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടെയും പാസ്സുണ്ട്. ഞങ്ങളൊരു 2 വർഷം മുമ്പാണ് ഇവിടെ വന്നതെന്ന് ആണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കാറ്, ജീപ്പ്, ഓട്ടോയ്ക്കൊക്കെ 20 രൂപയാണ്. അപ്പം ഞങ്ങൾ പാസ് എടുത്ത് മുന്നോട്ട് പോകുന്നു. നേരത്തെ ഒന്നും പാസ് ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ പോലീസ് ചെക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൾക്കാരൊന്നും കാണാനില്ലാന്ന്. ഇപ്പോൾ കണ്ടോ എന്തുമാത്രം ആൾക്കാരാണെന്ന്. വൈകുന്നേര സമയങ്ങളിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. വെയിലത്ത് വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളാണ് കറക്റ്റ് ഒരു വണ്ടിയുടെ ഇടയിലേക്കും ചെന്ന് ചാടിയേ. ടൂറിസ്റ്റ് ബസ്സുകളും എല്ലാ വണ്ടികളും ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടേക്കുന്നത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആ ഫ്രണ്ടിൽ പോയ റെഡ് വണ്ടി ഒരു വിധത്തിൽ മുന്നോട്ടെടുത്തു. പിന്നെ ചെന്നതേ ഞങ്ങളും കുടുങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി. അജിത്ത് വന്നിട്ടില്ല. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാണ് അവനെ വിളിച്ചത്. അപ്പോൾ അവൻ വീട്ടിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ അവൻ്റെ വീട്. പെട്ടെന്ന് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ മുകളിലേക്ക് കയറി പോവുകയാണ്. ഒത്തിരി ആൾക്കാരെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ്. എല്ലായിടത്തും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കുന്നത് നല്ലതായിരിക്കും. നല്ല കൊക്കയാണ് കേട്ടോ താഴേക്ക്. കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ. പിന്നെ ഏത് ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും നിറയെ കുപ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ ആയിരിക്കും. അതുപോലെ ഇവിടെയും കുറേ കുപ്പിയും പ്ലാസ്റ്റിക്കുകളും ഒക്കെ ഉണ്ട്. ഒത്തിരി കടകളും ഐസ്ക്രീമുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയ്ക്ക് ആൾക്കാർ. ഇട ദിവസങ്ങളിൽ അത്രയ്ക്ക് ആൾക്കാർ ഇല്ല. പിന്നെ വേനൽക്കാലത്തൊക്കെയാണ് ഇവിടെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നത്. മഴയൊക്കെ തുടങ്ങി ഇവിടെ അങ്ങനെ ആരും വരത്തില്ല കേട്ടോ. പിന്നെ ചെറിയ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇപ്പോഴത്തെ കാലം, അതായത് ഈ വെയിലുള്ളതിനേക്കാളും ഭംഗിയാണ് മഞ്ഞുള്ള സമയത്ത് പരുന്തുംപാറയിൽ വരുന്നത്. എന്തു വണ്ടിയാണെന്ന് കണ്ടോ. നമ്മൾ ആ റോഡിൽ നിന്ന് കയറിയപ്പോൾ എന്തെങ്കിലും വണ്ടികളുണ്ടായിരുന്നോ? ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫുൾ വണ്ടികളാണ്. പെട്ടെന്ന് തന്നെ ബ്ലോക്കും ആവുകയെ. കാരണം വഴിക്ക് വീതി കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്ലോക്കും ആവും. അപ്പം ഞങ്ങൾ അവിടെ വന്ന് ഇരിക്കാനൊക്കെ ഒത്തിരി ആ സമയത്ത് ചേട്ടൻ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു തന്നു. നല്ല പ്ലേസ് ആണല്ലോ. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള നല്ല പ്ലേസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചേട്ടൻ്റെ കൊളീഗാണ് ബിനിത എന്ന്. ഞാനും ബിനിതയും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാനും ബിനിതയും ഒക്കെ ഒന്നിച്ചായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ജോലി റിസൈൻ ചെയ്ത് പിന്നെ ജോലിക്കൊന്നും പോയില്ല കേട്ടോ. അജിത്ത് ആ സമയത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവൻ താഴേക്ക് പോയേ. അപ്പോൾ അവൻ താഴെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ താഴേക്ക് നടന്ന് പോകുകയാണ് കേട്ടോ. നടക്കാനൊക്കെ ഫുട്പാത്തുണ്ടേ. ചേട്ടനും അജിത്തും ഒക്കെ ഒരേ കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ കട്ടപ്പന ബ്രാഞ്ചിലാണ്, അജിത്ത് പീരുമേട് ബ്രാഞ്ചിലാണ് കേട്ടോ. ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ കാണാറുള്ളൂ. കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിലുപരി ഞങ്ങൾ ഫ്രണ്ട്സാണ് കേട്ടോ. എന്നും വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഉള്ളിൽ അവനൊരു സ്ഥാനമുണ്ട്. അതുപോലെ അവൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്ഥാനമുണ്ട്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിപ്പോൾ ബിനിതയായാലും ചേട്ടൻ്റെ എല്ലാ ഫ്രണ്ട്സായാലും കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഞാനും നല്ല കമ്പനിയാണ്. ഞങ്ങളെല്ലാവരും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എന്നും കാണുമോ, എന്നും മെസ്സേജ് അയക്കുമോ, എന്നും വിളിക്കണോ, അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും അവർക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കും. അവരുടെ മനസ്സിലും നമ്മളോട് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇതാണ് അപ്പോൾ അജിത്തിൻ്റെ വീട് പരുന്തുംപാറയിൽ തന്നെയാണ്. ഞങ്ങൾ എന്ന് പരുന്തുംപാറയിൽ വന്നാലും അവനെ വിളിക്കാറുണ്ട് കേട്ടോ. അവനപ്പോൾ ഓടി വരുകയും ചെയ്യുവേ. അവധി ദിവസങ്ങളിലാണല്ലോ നമ്മൾ പിന്നെ ചെല്ലുന്നത്. ഞങ്ങളിനി താഴേക്ക് നടന്നു പോകുവാണേ. താഴേക്ക് നന്നായിട്ട് നടക്കാനുണ്ട്. ഈ വേല് കെട്ടിയ സ്ഥലം കഴിഞ്ഞും താഴേക്ക് ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. വഴി സൈഡിലൊക്കെ നിറയെ കടകളും ഒക്കെ ഉണ്ട്. തൊപ്പിയും ഈ പിള്ളേരെ ആകർഷിക്കാൻ പറ്റുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് കടല വറുത്തുകൊണ്ടിരുന്ന ഒരു ചേട്ടനെ കണ്ടത്. അപ്പോൾ ചേട്ടൻ അവിടുന്ന് 2 പാക്കറ്റ് കടല വാങ്ങി. എനിക്ക് കടല അത്ര ഇഷ്ടമില്ല കേട്ടോ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടല വറുത്തത്. അച്ഛനും അങ്ങനെ സ്ഥിരം വാങ്ങിക്കാറുണ്ട്. എനിക്ക് പക്ഷെ അത്ര ഇഷ്ടമില്ലേ. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചു. ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇതെന്തോ ഈ പച്ചമരുന്നുകളോ അങ്ങനെ എന്തൊക്കെയോ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. എന്തോ കുഴമ്പോ അങ്ങനെയൊക്കെ. ഈ വിനോദസഞ്ചാരികളൊക്കെ വരുന്നതല്ലേ, വിദേശത്തുനിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ കടലയൊക്കെ കഴിച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് നടന്നു പോകുക. നല്ല കൊക്കയാണ് കേട്ടോ ഒരു സൈഡ്.
നിറയെ ആൾക്കാർ ഉണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ്. ഈ അങ്ങ് താഴെ കാണുന്ന ആ പാറ കണ്ടോ, അതാണ് കേട്ടോ ടാഗോർ പാറ. നമ്മുടെ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശിരസ്സുമായി സാമ്യമുള്ളത് കൊണ്ടാണ് അതിന് ടാഗോർ പാറ എന്ന് പേര് വന്നത് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അവിടെ വരെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല, നടക്കാൻ വളരെയധികം മടിയാണല്ലോ. പിന്നെ ഇവിടെ നിന്ന് നോക്കുന്നത് പോലെയല്ല, നല്ല ദൂരത്തിലാണ് കേട്ടോ ടാഗോർ പാറയുള്ളത്. നമ്മുടെ ലാലേട്ടൻ്റെ ഭ്രമരം സിനിമയില്ലേ, അതിൽ ചില ഭാഗങ്ങളൊക്കെ ഈ പരുന്തുംപാറയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ മണ്ഡലകാലമാകുമ്പോൾ അയ്യപ്പ ഭക്തർ ഈ മകരജ്യോതി കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരാറുണ്ട് കേട്ടോ. നമ്മുടെ ശബരിമല കാടുകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നല്ല ഹൈറ്റിൽ, അത്ര ഹൈറ്റിലാണ് കേട്ടോ ഈ പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. ചേട്ടനും അജിത്തും ബിനിതയും ഒക്കെ കടല കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്ത് വിസ്താരത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നതെന്ന് കണ്ടോ. നമ്മൾ എന്തുമാത്രം ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്ന് കണ്ടോ. ഒത്തിരി ആൾക്കാരും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കണ്ടോ അങ്ങ് താഴെ ഒരു റിസോർട്ട് കണ്ടോ, അത് പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പേ വന്നപ്പോൾ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചേക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഒരു കടയിൽ വന്നു കേട്ടോ. ഒത്തിരി കടകളുണ്ട് കേട്ടോ. ബ്രെഡ് ഓംലേറ്റും നൂഡിൽസും പിന്നെ ചെറുകടികൾ, മറ്റേ ബജ്ജി, മുട്ട ബജ്ജി, മുളക് ബജ്ജി, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങളിത് ആദ്യമേ മുളക് ബജ്ജി വാങ്ങിച്ചു, അത് കഴിച്ചു, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ 2 ബ്രെഡ് ഓംലേറ്റും പറഞ്ഞായിരുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെയൊക്കെ പോയി കഴിക്കുമ്പോൾ കാണുമല്ലോ. ക്യാരറ്റും ക്യാബേജും ഒക്കെ സ്ലൈസ് ചെയ്തിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ചേട്ടനും ബിനിതയ്ക്കും അജിത്തിനും ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ 2 എണ്ണം വാങ്ങിച്ചോളൂ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചാൽ 2 പേർക്ക് കഴിക്കായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ മുളക് ബജിയും കഴിച്ചു. പിന്നെ ഒരു സോഡ നാരങ്ങ വെള്ളവും കുടിച്ചു. ഇനിയിപ്പോൾ പോരാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി കേട്ടോ. കാരണം 6:15 ആയിന്ന് തോന്നുന്നു. ഇപ്പോൾ ലേറ്റായിട്ടാണല്ലോ ഇരുട്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഈ പാവക്കുട്ടികളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല ഇങ്ങനെ വെച്ചേക്കുന്നതൊക്കെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. 6:15 കഴിഞ്ഞു, 6:30 അടുത്തെത്തി കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ തിരിച്ച് അജിത്ത് പോവുകയാണ്. ഞങ്ങളും തിരിച്ചു പോരുവാണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ അവനെ കാണാറുള്ളൂ. അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. നല്ല സന്ധ്യ ആയി കേട്ടോ. 6:30 ഒക്കെ കഴിഞ്ഞു. 6:30 അല്ല, 7 മണിയൊക്കെ ആകാറായെന്ന് തോന്നുന്നു. ആ സമയത്തല്ലേ നന്നായിട്ട് ഇരുട്ടൊക്കെ ആകത്തുള്ളൂ. പിന്നെ ഞങ്ങൾ കട്ടപ്പന എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 8:45 ആയി. അത്രയും ലേറ്റ് ആയതുകൊണ്ട് എന്തായാലും ഫുഡ് കഴിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ. 3 പേരും അൽഫാമും മന്തിയൊക്കെയാണ് കേട്ടോ വാങ്ങിച്ച് കഴിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഓംലെറ്റൊക്കെ കഴിച്ചിട്ട് വന്നത് കാരണം മൊത്തം കഴിക്കാനുള്ള ഒരു വയറില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഒരു 9:15 കഴിഞ്ഞു കേട്ടോ അന്നേരത്തേക്കും. പിന്നെ ഞങ്ങൾ ബിരുദേനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഒരു 9:30 ആയപ്പോഴേക്കും വീടെത്തിന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.